പേര് സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനുണ്ടത്. ഇവിടുത്തെ ഒരു നോക്കെങ്കിൽ 6 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം. സോ ഇവിടെ കൊണ്ടുവരേണ്ടത് 6 കിലോമീറ്റർ അകത്താണ് ഇവരുള്ളത് അല്ലേ? അതെ അതെ, ഒരു നടക്കാൻ പോകണമെങ്കിൽ 6 കിലോമീറ്ററാണ് അകത്തുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അത് ഈ കുഴപ്പമില്ലാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് സോ ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഫർമേഷൻ ആണ്, ജസ്റ്റ് കൂടുതലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കും ടീമിക്ക്. വളരെ ആശ്വാസകരമായ എത്ര ടീം അവരുടെ ഒപ്പമുണ്ട്? അല്ല, അതിലുണ്ട് ആൾമോസ്റ്റ് ഒരു 10 to 15 ആൾക്കാരാണ് ഉള്ളത്. അറക്കമുത്തിയാണ് ഇത്. ഇവിടെ നടക്കാൻ പോകണമെങ്കിൽ ഒരു 6 കിലോമീറ്റർ ഉണ്ടാണ് പറയുന്നത്. ഇല്ല, അറക്കമുത്തി ഈ സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ്. കുഴപ്പമില്ലാണ് പറയുന്നുണ്ട് ഇപ്പൊ ഇൻഫർമേഷൻ. ഇനി കൂടുതലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാം. 3 പേരുണ്ടോ? 3 പേരുണ്ട്. സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഉള്ളത്. സോ അതെ, ഈ സൈഡ് ചിലപ്പോൾ ആ സൈഡ് വരാൻ സാധ്യതയുണ്ട്. ഈ 6 കിലോമീറ്റർ നടന്ന് തന്നെ വരേണ്ടി വരും. അതെ അതെ, നടന്നു വരണം. ഈ ഭാഗത്ത് നമുക്ക് റോഡ് വഴിയില്ല, സോ നടക്കാനേ വരുന്നുണ്ട്. അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അവർക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇനി ഇൻഫർമേഷൻ ആയിട്ട് കിട്ടിയിട്ടില്ല, നമുക്ക് ചോദിച്ചതിന് ശേഷം അത് കൺഫേം ആണ്. ഓക്കെ. ഹാൻസ്, ഒരാളെയാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ഇല്ല ലക്ഷ്മി, 3 പേരെയും കണ്ടെത്തി എന്നാണ് DFO ഇപ്പോൾ നമുക്ക് നൽകിയ വിവരം. ഈ 6 കിലോമീറ്റർ അടുത്തുള്ള പാറയുടെ സമീപത്ത് നിന്നാണ്, അറക്കമുത്തി എന്ന പാറയുടെ സമീപത്ത് വെച്ചാണ് ഇവരെ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതി ഓക്കെ ആണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സാർ ഇത് എവിടെ വെച്ചാണ് കണ്ടെത്തിയത്? അറക്കമുത്തി. 3 പേരുടെ ആരോഗ്യസ്ഥിതി ഓക്കെയാണ്, കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയും. ഇവിടുന്ന് 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഏകദേശം. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരെ അകലുള്ള അറക്കമുത്തി എന്ന പാറയ്ക്ക് സമീപം നിന്ന് 3 പേരെയും കണ്ടെത്തി എന്നാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. ഇവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. ഈ 6 കിലോമീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ നടന്ന് തന്നെ ഇങ്ങോട്ട് വേണം എത്താൻ. അപ്പോൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ടാവും. കാരണം വനപ്രദേശമാണ്. വനപ്രദേശത്തോടു കൂടി ഇവർ 3 പേരും നടന്നു വരണം. നിലവിൽ അവിടെ ആരോഗ്യസ്ഥിതി മോശമല്ല, അല്ലെങ്കിൽ ഓക്കെ ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഇന്നലെ ഉച്ച മുതൽ ഇവരെ കാണാതായിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി വഷളാവാനുള്ള സാഹചര്യമുണ്ട്. വെള്ളം കിട്ടാത്ത ചിലപ്പോൾ സാഹചര്യം ഉണ്ടായി കാണാം. എന്നിരുന്നാലും ആശ്വാസകരമായ ഒരു സ്ഥിതി, അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു മറുപടി തന്നെയാണ് നമുക്കിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നലെ കോതമംഗലം കുട്ടമ്പുഴയിൽ നിന്ന് കാണാതായ 3 പേരെയും, പാർക്കുട്ടി, മായ, ഡാർലി എന്ന 3 പേരെയും ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി എന്നുള്ള ആശ്വാസകരമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ലക്ഷ്മി, കോതമംഗലം കുട്ടമ്പുഴയിൽ ഇന്നലെ വനത്തിലേക്ക് പശുവിനെ തെരഞ്ഞു പോയ 3 സ്ത്രീകളെയും സുരക്ഷിതരായി വനത്തിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. പാർക്കുട്ടി, ഡാർലി, മായ എന്നിവരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ പരിശോധനയാണ് ഇന്നലെ രാത്രി മുതൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ രാവിലെ കണ്ടെത്തിയിരിക്കുന്നു. ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് നമുക്ക് മുന്നിലേക്ക്. അവരെ വളരെ വേഗം തന്നെ വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും. അവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. 3 പേരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വിവരം ഇപ്പോൾ നൽകാനുള്ളത്. ഹാൻസ് ജോൺ തുടരുന്നുണ്ട്. ഹാൻസ്, എപ്പോഴേക്കും അവരെ വനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? എത്ര നേരമെടുക്കുമെന്ന് കരുതുന്നു നമ്മൾ? ലക്ഷ്മി, ഇപ്പോൾ സമയം ഏകദേശം 8 മണിയോട് അടുക്കാറായി. ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇവരെ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 6 കിലോമീറ്റർ മേഖല എന്ന് പറയുമ്പോൾ വനമേഖല കൂടിയാണെന്ന്, ഏകദേശം 1 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ഇവരിവിടെ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 35 പേരിലധികമുള്ള സംഘം, ഏകദേശം പറയുവാണെങ്കിൽ നാട്ടുകാരടക്കം ഏകദേശം 50 പേരടങ്ങുന്ന സംഘമാണ് പല മേഖലകളിലായി വനത്തിനുള്ളിലേക്ക് കടന്ന് ഇവരെ അന്വേഷിക്കാൻ പോയത്. അപ്പോൾ ഒരു ഭാഗത്ത് വെച്ച്, ഉറക്കുമുത്തി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഇപ്പോൾ അവരെ കണ്ടെത്തി എന്നുള്ള ആശ്വാസകരമായ വാർത്ത നമ്മളോട് വ്യക്തമാക്കിയത് DFO തന്നെയാണ്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും അവർക്കൊപ്പം തന്നെയുണ്ട്. നിലവിലെ ആരോഗ്യസ്ഥിതി മോശമല്ല, അല്ലെങ്കിൽ അവർ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഇല്ല എന്നാണ് DFO നമ്മളോട് വ്യക്തമാക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയില്ല. കാരണം 10-16 മണിക്കൂറോളം യാതൊരു വിധത്തിലുള്ള ഭക്ഷണവും വെള്ളവും കഴിക്കാതെയാണ് അവർ ഇത്ര നേരം പിടിച്ചു നിന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ തന്നെ അവർക്ക് അല്പസമയം റെസ്റ്റ് ആവശ്യമാണ്. അതിനുശേഷമായിരിക്കും ഇത്രയും ദൂരം നടത്തിക്കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ നടന്നു വരാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും
വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ 3 സ്ത്രീകളെ ഇത്തരം 6 കിലോമീറ്റർ ദൂരപരിധിയിൽ ഇവിടം വരെ എത്തിക്കുമ്പോൾ നമ്മൾക്ക് പറഞ്ഞ സമയത്തിനും അപ്പുറമാകുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. എന്നിരുന്നാലും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് ഏകദേശം 15 മണിക്കൂറിന് മുകളിലായിട്ടുള്ള ആശങ്കയ്ക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ഇപ്പോൾ DFO വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെയാണ്. ഓക്കെയാണ്. എവിടെയാണ് സാർ? അവിടെ ഒരു പാറക്കെട്ടിന്റെ അടുത്താണ്. അരക്കമത്തു ലൊക്കേഷൻ പേരാണ് അരക്കമത്തു. ഇവിടുത്തെ ഒരു ആനക്കൂട്ടം ഉണ്ടായിരുന്നു. ആനക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലമുണ്ട്, അടുത്തും ഉണ്ടാവും. സോ ബട്ട് അത് നോക്കിയിട്ട് സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടുവരും. നമുക്കൊരു 10 to 15 ആൾക്കാരുണ്ട്, സ്റ്റാഫ് ഉണ്ട്, കൂടെ ഉണ്ട്. ആരോഗ്യ പ്രശ്നം ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ കിട്ടുന്ന. ഏകദേശം എത്ര മണിക്കൂർ എത്തും ഇവിടെ എത്താനായിട്ട്? ഇത് 1 മണിക്കൂർ അടുത്തെത്തും. 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവരിങ്ങോട്ട് തിരിച്ചോ? അവിടെ നിന്ന് ഏതാണ് അവിടുത്തെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഒരെണ്ണമാണ് പറഞ്ഞിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട്? 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. അരക്കമുത്തി എന്ന് പറയുന്നത് 6 കിലോമീറ്റർ ദൂരം അകത്താണ്. ഓക്കെ. PG അതാണ് ഈ ഇത്രയും വിവരങ്ങൾ. ലക്ഷ്മി, ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ തന്നെ അറക്കമുത്തി എന്ന ഭാഗത്ത് നിന്നും അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും അവരെ ഇപ്പോൾ തിരിച്ചെത്തിക്കും. 6 കിലോമീറ്റർ നേരത്തെ എങ്ങനെയാണ് ഹാൻസ് അവരെ നടത്തിയാണോ കൊണ്ടുവരുന്നത്, അതോ അവരെ എടുത്തു കൊണ്ടുവരികയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് കൊണ്ടുവരുന്നത് പുറത്തേക്ക്? കാരണം 3 പേരും ക്ഷീണിതരായിരിക്കും, ഇന്നലെ മുതൽ ഭക്ഷണം കൂടി കഴിക്കാത്തവരാണ്. ഇപ്പോൾ നമുക്ക് DFO നൽകുന്ന വിവരമനുസരിച്ച് അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല, അവർക്ക് നടന്നു വരാൻ കഴിയുമെന്ന് തന്നെയാണ് DFO ശ്രീനിവാസ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകൾ വിശ്വസിക്കുക എന്നല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റ് മാർഗ്ഗങ്ങളില്ല. കാരണം ഇവർ 3 പേരും ഈ 6 കിലോമീറ്റർ പരിധിയിൽ നടന്നെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായാൽ അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ വിശ്രമം നൽകിയിട്ടോ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളും ഫയർഫോഴ്സിൻ്റെയും വനം വകുപ്പിൻ്റെയും കൈവശം അവൈലബിൾ ആണ്. ആയതിനാൽ തന്നെ ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ 6 കിലോമീറ്റർ ദൂരപരിധിയിൽ എപ്പോഴെങ്കിലും ഇവർക്ക് വിശ്രമം ആവശ്യം വന്നാൽ എടുത്തുകൊണ്ടുവരാനുള്ള സജ്ജീകരണങ്ങളും ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം DFO നേരത്തെ വ്യക്തമാക്കിയതുപോലെ ഏകദേശം 15 പേരിൽ കൂടുതലുള്ള സംഘം ഇപ്പോൾ അവർ 3 പേരുടെയും കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു സംഘം ഉള്ളതുകൊണ്ട് തന്നെ അവരെ ഇവിടെ നിന്ന് അറക്കമുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ ഒരു മേഖലയിലേക്ക് 6 കിലോമീറ്റർ ദൂരെയുള്ള കുട്ടമ്പുഴയിലെ അവരുടെ ഭവനങ്ങൾ നിൽക്കുന്ന വനമേഖലയിലേക്ക് എത്തിക്കുന്നത് ദുർഘടമായ ഒരു പ്രവൃത്തിയല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കഠിനമായ വനമേഖലയാണെങ്കിൽ തന്നെയും വലിയൊരു തരത്തിലുള്ള സാഹസികത നിലനിൽക്കുന്ന പാതകളെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിരപ്പായ ഒരു പാത തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇവർ ക്ഷീണിതരാവുകയാണെങ്കിൽ എല്ലാ രീതിയിലും അവരെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ വനം വകുപ്പിൻ്റെ കയ്യിലുണ്ട്. എന്തായാലും നേരത്തെ DFO പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അതിനുള്ളിൽ തന്നെ അവർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരും. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അത്യാവശ്യം വെള്ളമോ എന്തെങ്കിലും വേണമെങ്കിൽ നൽകിയിട്ടുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിനുള്ള സജ്ജീകരണങ്ങളായി പോയിട്ട് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളിലേക്ക് പോയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഡ്രോൺ ദൃശ്യങ്ങളാണ്. നമ്മളുടെ ഇവരെ കണ്ടെത്തുന്നതിനായി അത്യാധുനിക ഡ്രോൺ സജ്ജീകരണങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള സെർച്ചുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. സാർ ഇനി ഡ്രോൺ പരിശോധന ഉണ്ടാവില്ല. നമുക്ക് ടീം ഇപ്പോൾ ഓൾറെഡി പുറത്തെത്തുന്നുണ്ട്. ആവശ്യമില്ല. ഇനി ആവശ്യമില്ല. ഡ്രോൺ പരിശോധന ഇനി ആവശ്യമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അല്പസമയം മുമ്പ് തന്നെ ഇവരെ കാണാതെ ഇത്ര മണിക്കൂറുകളായി ഇവരെ കാണാതിരുന്നത് കൊണ്ട് വനം വകുപ്പ് ഡ്രോൺ ഇവിടെ എത്തിച്ചിരുന്നു. കാരണം എല്ലാ മേഖലയിലും സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല സാങ്കേതികവിദ്യ അല്ലെങ്കിൽ സമയം അധികം നശിപ്പിക്കാത്ത ഒരു സാങ്കേതികവിദ്യ ഡ്രോൺ തന്നെയാണ്. കാരണം വലിയൊരു മാൻ പവർ നാട്ടുകാരും ഫയർഫോഴ്സും വനം വകുപ്പ് അടങ്ങുന്ന സംഘം ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു വനമേഖലയിൽ ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 6 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഇത്രയധികം മനുഷ്യന്മാർ ഉള്ളിൽ പോയി കഴിഞ്ഞാലും 3 പേരെ കണ്ടെത്തുക എന്നുള്ളത് അത്യാവശ്യം കഠിനമായ ഒരു പ്രയത്നം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും കേരള വനം വകുപ്പ് അതിൽ അവരുടെ മിടുക്ക് കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം മണിക്കൂറുകൾ പിന്നിട്ടെങ്കിലും അവരെ സുരക്ഷിതരായി വന്യമൃഗശല്യമുള്ള വലിയൊരു വനമേഖലയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വനം വകുപ്പിൻ്റെ മിടുക്ക് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും
അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരിവിടെ എത്തിച്ചേരും. നമുക്ക് അവരുടെ നിന്ന് നേരിട്ട് പ്രതികരണങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. അവർ എവിടേക്ക് കുടുങ്ങി, എന്താണ് വഴിതെറ്റാനുള്ള കാരണം, പശുവിനെ അന്വേഷിച്ച് എവിടം വരെ പോകേണ്ടി വന്നു, രാത്രി എന്തെങ്കിലും ദുർഘടമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ, വന്യമൃഗശല്യം നേരിടേണ്ടി വന്നിരുന്നോ, എവിടെയാണ് കിടന്നുറങ്ങിയത്, എവിടെയാണ് ഒരു അഭയം തേടേണ്ടി വന്നത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് അവരുടെ ഉത്തരം നമുക്ക് ലഭ്യമാകും. എന്നിരുന്നാലും മണിക്കൂറുകൾ നീണ്ട ആശങ്കക്ക് ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. 3 പേരുടെയും പാറുക്കുട്ടി, മായ, ഡാർലി എന്നിവരുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാം അത് ഇപ്പോൾ ആശ്വസിക്കാം. കാരണം അവരുടെ യാതൊരു വിധത്തിലുള്ള ആപത്തും ഉണ്ടാകാതെ അവരെ ഇപ്പോൾ തിരികെ ലഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനും ഉള്ളിൽ തന്നെ ഇവരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ആശങ്കക്ക് ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. ലക്ഷ്മി, ആശ്വാസ വാർത്ത തന്നെയാണ് എത്തുന്നത്. കോതമംഗലം കുട്ടമ്പുഴയിൽ ഇന്നലെ വനത്തിനുള്ളിൽ കാണാതായ 3 സ്ത്രീകളെ സുരക്ഷിതരായി അവിടെ കണ്ടെത്തിയിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. തീർത്തും സന്തോഷകരമായ ആശ്വാസകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. പാറുക്കുട്ടി, ഡാർലി, മായ എന്നീ 3 സ്ത്രീകളാണ് ഇന്നലെ ഉച്ചയോടെ പശുവിനെ തെരഞ്ഞ് വനത്തിനകത്തേക്ക് പോയത്. അവിടെ ഒരു നിബിഡ വനമാണ്, വന്യജീവികളൊക്കെയുള്ള വനമായതുകൊണ്ട് തന്നെ വലിയ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. വെളിച്ചക്കുറവും ഈ വന്യജീവി ശല്യമൊക്കെ തെരച്ചിലിന് വിലങ്ങുതടിയാകുന്നതും നമ്മൾ കണ്ടതാണ്. ഏതായാലും രാവിലെയോടെ ആശ്വാസ വാർത്ത തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെ ഇതിൽ ഒരാൾ ഫോണിൽ വിളിച്ച്, കയ്യിലുള്ള മൊബൈൽ ഫോണിൽ വിളിച്ച് പുറത്തേക്ക് പറഞ്ഞപ്പോഴാണ് ഇതുപോലെ വനത്തിനകത്ത് കുടുങ്ങിപ്പോയ കാര്യം പുറം ലോകം അറിയുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ ഓഫാകുകയായിരുന്നു. പിന്നെ നടന്ന ശ്രമകരമായ തെരച്ചിലായിരുന്നു. രാത്രി വൈകിയും തെരച്ചിൽ നടന്നു. ഇപ്പോൾ ഈ അല്പസമയമായിട്ടേ ഉള്ളൂ അവരെ കണ്ടെത്തി എന്നുള്ള വാർത്ത അവിടെ നിന്നും വരുന്നത്. ഡ്രോൺ അടക്കം ഉപയോഗിച്ച് വിപുലമായ മറ്റൊരു തരത്തിലൊരു പരിശോധന നടത്താനൊക്കെ ഉദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ വനത്തിനുള്ളിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും സുരക്ഷിതരായി കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി അവരെ പുറത്തേക്ക് സുരക്ഷിതരായി എത്തിക്കുകയാണ് വേണ്ടത്. ഇന്നലെ വൈകിട്ട് വനത്തിനുള്ളിൽ കുടുങ്ങിയവരാണ്. ഭക്ഷണം പോലും കഴിക്കാതെ വനത്തിലേക്ക് പശുവിനെ തെരഞ്ഞ് പോയതാണ്. മറ്റൊരു കാര്യം, ഇവർ തെരഞ്ഞു പോയ പശു വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇവരെ കാണാനില്ല എന്നുള്ള വാർത്ത വലിയ തോതിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഭീതി ഉണ്ടാക്കിയിരുന്നതാണ്. കേരളം മുഴുവൻ ആശങ്കയോടെ ഈ വാർത്ത കേട്ടിരുന്നതാണ്. ഏതായാലും പാറുക്കുട്ടി, ഡാർലി, മായ എന്നീ 3 സ്ത്രീകൾ സുരക്ഷിതരായി വനത്തിനുള്ളിൽ ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് അടുത്ത ദൗത്യം. അത് അത്ര ശ്രമകരമല്ല. 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായും അവരെ സുരക്ഷിതരായി തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ അവരുടെ ദൃശ്യങ്ങൾ, അവർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ, അതൊക്കെയാണ് ഇനി നമുക്ക് കാണേണ്ടത്. ആശ്വാസ വാർത്ത ഏതായാലും ഈ 3 സ്ത്രീകളെയും വനത്തിനുള്ളിൽ സുരക്ഷിതരായി കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. ഹാൻസ് തുടരുന്നുണ്ട്. ഹാൻസ്, 6 കിലോമീറ്റർ ദൂരമാണ്. ഇവർ 3 പേരും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ വനത്തിൽ കഴിയേണ്ടി വന്നവർ എന്നുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നേരിടുന്നുണ്ടാകും. അവരെ 6 കിലോമീറ്റർ ദൂരം പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടപടികൾ എങ്ങനെയാണ്? അവർ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞു എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? തീർച്ചയായും ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അവരെ ഇപ്പോൾ അവിടെ നിന്ന് എത്തിക്കാനുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അവരെ കണ്ടെത്തി അറക്കമുത്തി സ്ഥലത്തു നിന്നും അവരിപ്പോൾ തിരിച്ചിട്ടുണ്ടെന്നാണ് DFO നമുക്ക് അവസാനമായി നൽകുന്ന വിവരം. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് നമ്മളുടെ മായയുടെ വീടുള്ളത്, മായ ജയൻ്റെ. നമുക്കിപ്പോൾ നാട്ടുകാരിപ്പോൾ ഇവിടെ ചേരുന്നുണ്ട്. ചേട്ടാ, ആളെ കണ്ടെത്തി എന്ന് പറയുന്നു? കണ്ടെത്തി. അറക്കമുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത്. 3.5 മണിക്കൂറിനുള്ളിൽ സ്ഥലത്ത് വരും. ഇതിൽ തന്നെ വരാനുള്ള സ്ഥലവും. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ്. 5 കിലോമീറ്റർ ദൂരം ഉണ്ട്. നിങ്ങൾക്ക് പരിചിതമായ സ്ഥലമാണ്? ഇതിൽ പോകാവുന്ന സ്ഥലം. ഇങ്ങനെ ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായതാ. അന്ന് ഈ പറഞ്ഞ വഴിക്കാണ് പോയി അവിടെ നിന്നാണ് പോകുന്നത്. ഇത് എത്ര നാൾ മുന്നെയാണ് ഇതിന് മുന്നേ സംഭവം ഉണ്ടായത്? 19 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരാളെ കാണാതായിട്ടുണ്ട്. ചേട്ടന്റെ ഭാര്യയായിരുന്നു. എന്താ സംഭവിച്ചത്? അതുപോലെ വിറകെടുക്കാൻ പോയതാ. വിറകെടുക്കാൻ പോയി ഇതുപോലെ തന്നെ അന്വേഷിച്ചു ആൾക്കാർ. ഈ അമ്പലത്തിലെ ശബ്ദം കേട്ട് രാവിലെ എനിക്ക് അവർ വിറവ് കൊണ്ട് വെച്ചു വന്നു 4 മണിക്ക്. അമ്പലത്തിന്റെ ശബ്ദമാണ് അന്ന്? അതെ അതെ. ആളുകൾ പോയി അന്വേഷിച്ചു. ഈ 150 ആളുകൾ വനത്തിൽ പോയി അന്വേഷിച്ച് ചേച്ചിയുടെ അടുത്ത് വരെ ചെന്നു. കൂവി
ഈ ചേച്ചി തിരിച്ച് വിളിച്ചില്ല. പിന്നെ 4 മണിയായപ്പോൾ വിറവായിട്ട് വന്നു. അതുകൊണ്ടാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത് അരമണിക്കൂറിന് ആൾ വരും, ഭയങ്കര പ്രതീക്ഷയാണെന്ന്. അപ്പം അതിനുശേഷം ഒന്നും പിന്നെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഉണ്ടായത് ഈ വന്യമൃഗ ശല്യമൊക്കെ ഇവിടെ എങ്ങനെയാ? കാട്ടാനി ആനയൊക്കെ കാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ആയിരിക്കും മിക്കവാറും ഇവർ ആനയെ കണ്ടുകൂടി ആവാൻ സാധ്യതയുള്ളൂ. വഴി വശി പോകാൻ കാരണം. അറക്കമുത്തി ഭാഗത്തൊക്കെ വന്യമൃഗ ശല്യം ഉണ്ടോ? ഇവിടെ മൊത്തം ഇവിടെ ആന വരുമല്ലോ. പ്രധാനമായിട്ട് ആന തന്നെയാണ്. ആനയാണ് മെയിനായിട്ട്, മറ്റേ പേടിക്കാനൊന്നുമില്ല. അവിടെ വലിയ വലിയ ഇത് നിൽക്കുന്ന സാഹചര്യമാണ്. അവിടെ ഭീഷണിയുള്ള സാഹചര്യം ഉണ്ടാവും. നല്ല വനല്ലേ, കോരവന. ഇവിടെ കുറച്ച് കഴിഞ്ഞ പ്ലാന്റേഷൻ, ഈ പ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ്. ഇവിടുന്ന് കഴിഞ്ഞ കോരവന മുകളിലേക്കുള്ള ഭാഗങ്ങളെല്ലാം. അറക്കമുത്തി ഭാഗത്ത് നമുക്കിപ്പോ ഒരു പേടിപ്പെടാതെ നിൽക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കുളം കുളിച്ച് പാറകളുണ്ട് ഒത്തിരി. ഈ പാറയിൽ കയറി ഇരുന്നാൽ മതിയല്ലോ, നമുക്ക് അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റും. ലക്ഷ്മി, ഇപ്പോൾ പ്രദേശവാസികൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ 19 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു മുന്നേയും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നും ഒരു വ്യക്തിയെ കാണാതായി. അവരും ഈ ഒരു സമയത്തോടനുബന്ധിച്ച് തന്നെ തിരികെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വഴിയാണ് ഇവർ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പശുവിനെ കാണാതെയായ തുടർന്ന് ഇവർ 3 അയൽവാസികളാണ്. ഇവരുടെ 3 പേരുടെ സഹായത്തോടെ, പ്രധാനമായും പാറുക്കുട്ടിയുടെയും ഡാർലിയുടെയും സഹായത്തോടെയാണ് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. കാരണം ഡാർലി മായയുടെ ഭവനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പാറുക്കുട്ടിക്കാണെങ്കിൽ വനത്തിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. അതിൻ്റെ പുറത്താണ് ഇവർ 3 പേരും കൂടി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ നമ്മൾ അടുക്കുന്നത് മായയുടെ വീടിൻ്റെ അടുത്തേക്കാണ്. ഈ ഭാഗത്താണ് മായയുടെ വീട്. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, മായയുടെ വീടിൻ്റെ അടുത്ത് മുഴുവൻ ആളുകൾ കൂടി നിൽക്കുന്നത്. അവരെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് അവർക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കാരണം തങ്ങളുടെ കൂടെ ഉണ്ടായ ഒരു വ്യക്തിയെ അല്പസമയം മുമ്പ് കാണാതാവുന്നു. അവരെപ്പറ്റി യാതൊരു വിധത്തിലുള്ള വിവരം കിട്ടാതെ വരുന്നു. ഇപ്പോൾ അവരെ അപേക്ഷിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ലഭിക്കുന്നത്. ചേച്ചി, ആളെ കണ്ടെത്തി എന്ന് പറയുന്നു. ആളെ കണ്ടെത്തി, എല്ലാവർക്കും സന്തോഷമായി. ഇന്നലെ തൊട്ട് കാണാതായ ആൾക്കാരല്ലേ, എല്ലാവർക്കും വിഷമം ഇതുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രാർത്ഥന ഇതുകൊണ്ട് തിരിച്ചു കിട്ടി, വളരെ സന്തോഷമുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ആളെ കാണുന്നില്ലെന്ന് അറിഞ്ഞത്? ഞങ്ങൾ വൈകുന്നേരം എപ്പോഴും അറിഞ്ഞത്, ഒരു 5:30-5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കാണാതായ കാര്യം. അപ്പം അന്നേരം ഫോണിലെല്ലാം വിളിച്ചല്ലോ നോക്കിയായിരുന്നു? ഞങ്ങള് പണിയാൻ പോയിക്കുമായിരുന്നു. പണിസ്ഥലത്തിന് വന്ന് വീട് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സംഭവം, ഇങ്ങനെ കാണാതായ കാര്യങ്ങൾ അറിയുന്നത്. നിങ്ങളും സാധാരണക്ക് ഇങ്ങനെ വനത്തിന്റെ ഉള്ളിലേക്ക് പോകാറുണ്ടോ? പറയുന്നൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. എങ്ങനെയെങ്കിലും ഈ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആനനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പിന്നെ കണ്ടിട്ടില്ല. ഈ വനത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേ നമുക്ക് ഈ സ്ഥലം, ഈ വഴി മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ പോകുമ്പോ അങ്ങനെയൊന്നും ഇതായിട്ടില്ല. നിങ്ങൾ സ്ഥിരം പോകുന്ന സ്ഥലത്ത് തന്നെയാണ് പോവാറുള്ളൂ. ഞങ്ങൾ ഉള്ളിക്കാട്ടിലേക്കാണ് ഒത്തിരി കയറി പോവാറില്ല. പോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ ഇതായിരിക്കുന്നോർത്ത് ഞങ്ങൾ ഉള്ളിക്കാട്ടിലേക്ക് ഇറങ്ങി പോവാറില്ല. അടുത്തൊക്കെ പോയാണ് ഞങ്ങൾ വരെ കൊണ്ടുവരാറ്. അവസാനമായിട്ട് ഇവര് 3 പേരോട്ട് സംസാരിച്ചപ്പോഴാണ് ഓർക്കുന്നുണ്ടോ? ഇന്നലെ കണ്ടായിരുന്നു? ഇന്നലെ കണ്ടില്ല. 2 ദിവസമായി ഞങ്ങൾ കണ്ടിട്ട്. സംസാരിക്കാറുള്ളത് ഒരുമിച്ചാണ്? തൊഴിലുറപ്പിനൊക്കെ പോകുന്ന? തൊഴിലുറപ്പിനൊക്കെ ഒരുമിച്ചാ പോവാറ്. ചേച്ചി, ഇത് കേട്ടപ്പോ ടെൻഷനായിരുന്നു. കാരണം കൂടെ ഉണ്ടായ അയൽവാസി തന്നെ കാണാതാവുന്നു, അത് വനത്തിന്റെ ഉള്ളിൽ ടെൻഷനായിരുന്നു. ലക്ഷ്മി, ഇവർ പറഞ്ഞതുപോലെ തന്നെ വളരെ ആശങ്കയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് മാറിയതിന്റെ എല്ലാവിധ സന്തോഷവും അയൽവാസികളുടെയും പ്രദേശവാസികളുടെയും ഉള്ളിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മായയുടെ ഭവനം. ഇവിടെ നിന്നായിരുന്നു മായയും അവരും കൂടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ നേരത്തെ നമ്മളുടെ ആദ്യം പ്രതികരിച്ച ഡാർലിയുടെ അമ്മയായിരുന്നു, അദ്ദേഹവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ, ഇപ്പം ആളെ കണ്ടെത്തിയിട്ടുണ്ട്? ഇവര് പറഞ്ഞു, വിളിച്ചു, വന്നുണ്ടെന്ന് കേട്ടു. ഇനിയിപ്പോ കിലോമീറ്റർ അകലെ നിക്കണെങ്കിലും വന്നെത്തും. ഈ അറക്കമുത്തി ഭാഗത്തുനിന്ന് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അരക്കമുത്തി എന്ന് പറഞ്ഞാൽ അരക്കമുത്തി ആ തണ്ടേന്ന് നേരെ പൂയംകുട്ടിക്ക് ഇറങ്ങാം. അങ്ങനത്തെ വഴിയെ ഞാൻ അതിലൊക്കെ പോയിട്ടുള്ള, ഇപ്പൊ പോണില്ലാന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഞങ്ങൾ അവിടെയൊക്കെ പോയി പണിതിട്ടുള്ള. അപ്പൊ അവിടുന്ന് ഇവിടെ നടന്നെത്തണം പൂയംകുട്ടി. അങ്ങോട്ട് ഇറങ്ങാം, ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ കാട്ടിക്കൂടെ തന്നെ നടന്നെത്തണം. അപ്പൊ ഇച്ചിരി താമസം ഉണ്ടാവുമായിരിക്കും. ഒരുപാട് സമയം എടുക്കും വരാനായിട്ട്? ഒത്തിരി സമയം എടുക്കൂല, എന്നാലും ഒരു വേഗം ഇനിയിപ്പോ പോരും. ഇനിയിപ്പോ ആഹാരം കഴിക്കാതെ നടന്ന് തളർന്നല്ലേ, അല്ല രാവിലെ ഇച്ചിരി ചായയും കുടിച്ച് പോയതല്ലേ. അപ്പൊ ഇച്ചിരി ക്ഷീണമൊക്കെ കാണാതിരിക്കില്ലല്ലോ. അമ്മ സംസാരിച്ചായിരുന്നു ഫോൺ വിളിച്ചപ്പോ? ഇല്ല, ഞാൻ സംസാരിച്ചില്ല. അവര് എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് ഫോൺ തന്നില്ലല്ലോ.
മക്കളെയൊക്കെ അറിയിച്ചോ? ഡാർലി ചേച്ചിയുടെ മക്കളെയൊക്കെ അറിയിച്ചോ? ഡാർലി ചേച്ചിയുടെ മക്കൾ ഇന്നലെ രാത്രി തന്നെ വന്നു. അവര് അങ്കമാലി അടുത്ത് താമസിക്കുന്നത്. രാത്രി തന്നെ അവര് വന്നു പറഞ്ഞു. ആ കൊച്ചും പോയിട്ടുണ്ടായിരുന്നു തേടാനും വേണ്ടിയിട്ട് കാട്ടിൽ. ഒക്കെ ലക്കില്ല ആ കാര്യം പറഞ്ഞു. അതിൽ സന്തോഷമായില്ലേ? സന്തോഷമായി. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെയാണ് അമ്മ സംസാരിച്ചത്. വളരെ ആശങ്കയിലായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് അവർ നമ്മളോട് പ്രതികരിച്ചപ്പോൾ. വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അവരെ അപേക്ഷിച്ചിടത്തോളം. കാരണം മകളുമായിട്ട് ഒരുപാട് നാളായി ഒരുമിച്ച് താമസിക്കുന്നു. മകൾക്ക് അമ്മ മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ. ആ മകളെയാണ് അല്പസമയം മുമ്പ് വനത്തിനുള്ളിൽ കാണാതായത്. വനത്തെപ്പറ്റി യാതൊരു വിധത്തിലുള്ള അറിവോ അല്ലെങ്കിൽ വനപ്രദേശത്തിനുള്ളിൽ എങ്ങനെ പോകണമെന്നും അറിവില്ലായിരുന്ന ഡാർലി ആണെന്നും അമ്മ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. കാരണം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് മായയുടെ ഭവനത്തിലാണ് കുട്ടമ്പുഴയിൽ ഇന്നലെ വനത്തിനുള്ളിൽ കാണാതായ 3 സ്ത്രീകളെ സുരക്ഷിതരായി കണ്ടെത്തിയിരിക്കുകയാണ്. പാർക്കുട്ടി, ഡാർലി, മായ എന്നിവരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. വനം വകുപ്പിന്റെയും നാട്ടുകാരുടെയും വിപുലമായ തെരച്ചിലായിരുന്നു ഇന്നലെ മുതൽ നടന്നു വന്നത്. ഏതായാലും ഇന്ന് രാവിലെയോടെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞു. സുരക്ഷിതരായി തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. അവരെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. 6 കിലോമീറ്റർ ദൂരം നടന്നു വേണം അവർക്ക് പുറത്തേക്ക് എത്താൻ. നിബിഡ വനമാണ്, വന്യജീവികളുടെ സാന്നിധ്യമുള്ള വനമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 സ്ത്രീകളെയും ഇന്നലെ മുതൽ കാണാതായപ്പോൾ എല്ലാവരും വലിയ ആശങ്കയിലായിരുന്നു. ഇനി ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ആശ്വാസ വാർത്ത എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവരെ പുറത്തേക്ക് എത്തിക്കുക മാത്രമാണ് ഒരേ ഒരു ദൗത്യം. അത് അത്ര ശ്രമകരമല്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് അവർക്ക് പുറം ലോകത്തേക്ക് എത്താൻ വേണ്ടത്. ഹാൻസ് ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.